എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Seven of Swords, Nine of Cups, Empress, Three of Cups, Queen of Wands, സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻഡ്സ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സെവൻ ഓഫ് സോർട്സിൻ്റെ കാർഡാണ് ആദ്യമേ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിനു മുന്നേ എന്തെങ്കിലും ആരെങ്കിലും ഒരു നിഗൂഢ നീക്കങ്ങൾ നിങ്ങൾക്കെതിരെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ, തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. പക്ഷേ നിങ്ങൾക്കത് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ആരോ എന്തെങ്കിലും ഒരു നിഗൂഢമായ നീക്കങ്ങളോ തന്ത്രങ്ങളോ മെനയുന്നുണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒഫീഷ്യൽ സ്പേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അന്നേരം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരോ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു നിഗൂഢമായ നീക്കം നടത്തിയിരുന്നു. അപ്പോൾ നമുക്കിതിപ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെല്ലാ ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യുക. പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആവശ്യമാണെന്നാണ് പറയുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടി ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കാം ഇങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് നിങ്ങൾ എന്തായാലും തരണം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് നിങ്ങളതിനകത്ത് വീഴ്ത്താനോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ശ്രമിച്ചത്. പക്ഷെ നിങ്ങളതിനകത്ത് പെട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുക. നിങ്ങളതിൽ നിന്ന് എസ്കേപ്പായി പോയി എന്തായാലും. പക്ഷെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ എന്തായാലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് വളരെയധികം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിയതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്നത്. സ്വപ്നങ്ങൾ സഫലമായി. നിങ്ങൾ ചിലപ്പോൾ കുറേ നാളുകളായിട്ട് മനസ്സിൽ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നിങ്ങളൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അത് അഫർമേഷനൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് പറയുന്നത്. സുപ്രധാനമായ ഒരു ലക്ഷ്യം കൈവരിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ചില ആളുകൾ എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടാകാം. ചില ആളുകൾ കുറേ പ്രോജക്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ടായിരിക്കും ഇന്നത്തെ ദിവസം വരുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ലക്ഷ്യം നിറവേറിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് അത് 100% പ്രതിഫലം ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ ഈ നേട്ടം നിങ്ങൾ ആഘോഷിക്കുവാൻ തീരുമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ലൈഫിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും ആഘോഷിക്കണം. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് വലിയൊരു നേട്ടമാണ്, നിങ്ങളുടെ ലൈഫിൽ വലിയൊരു നേട്ടമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തായാലും ആഘോഷിക്കേണ്ട സമയം തന്നെയാണ്. അത് നിങ്ങൾ വളരെ അഭിമാനത്തോടെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇന്നത്തെ നിങ്ങളുടെ നേട്ടത്തിൽ, നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ഇട്ട എഫേർട്ടിൻ്റെ ഫലം 100% കിട്ടുമ്പോഴുള്ള ഒരു അഭിമാനത്തിലും മനസ്സ് നിറഞ്ഞ സംതൃപ്തിയിലുമാണെന്നാണ് പറയുന്നത്. അത് നമുക്കൊന്നും അനുഭവിക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു ഫീലിംഗ് ആണത്. നമ്മളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹം അത് സഫലീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അത് അനുഭവിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. അതിൽ നിങ്ങൾ ആഘോഷിക്കുക, സന്തോഷിക്കുക, ആ ഒരു സന്തോഷം നിലനിർത്തുക. അപ്പോൾ വിജയങ്ങൾക്ക് നിങ്ങളെപ്പോഴും യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കി തന്നതിന് യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക. എംബറസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളൊരു രാജ്ഞിയുടെ പദവിയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. സമൃദ്ധി നിറഞ്ഞ ദിവസമായിരിക്കും. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ സംതൃപ്തി നിറഞ്ഞൊരു ദിവസമാണ് നിങ്ങൾക്കിന്ന് വരുന്നത്. സ്നേഹബന്ധങ്ങളൊക്കെ വളരെ ദൃഢമായി കാണുന്നു. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും സ്നേഹവും ഒരു പരിലാളനയും എല്ലാം കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഒരു അമ്മമാരാണെങ്കിൽ മക്കളുടെ നേട്ടങ്ങളിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പാരൻസിൻ്റെ ഒരു നിറവ് അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഒരു പാരൻ്റ് എന്ന നിലയിൽ വളരെ ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ തോന്നുന്ന, അഭിമാനമൊക്കെ തോന്നുന്ന, മക്കളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ബന്ധങ്ങൾ വളരെയധികം ശക്തമാവുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവരും നിങ്ങളെ ഇന്നൊരു ഒരു വളരെ ഒരു പ്രൗഡ് ഫീലോടുകൂടി കാണുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലെ വളരെ ഇരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അതെല്ലാ കാര്യത്തിലും ആ ഒരു ആഡംബരം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതും സന്തോഷത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും ഒരു ആഹ്ലാദങ്ങളുടെയൊക്കെ ഒരു ദിവസമാണ്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം ഈ ഒരു നിങ്ങളുടെ ഈ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഈ സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. എന്തു തന്നെയായാലും നിങ്ങളുടെ വിജയം ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് സന്തോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും ആഹ്ലാദിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം കിട്ടുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ആ ഒരു എനർജിയിൽ തന്നെയാണ് മൂവ് ഓൺ ചെയ്യേണ്ടതും. നമുക്ക് ഉണ്ടായ ഈ സുപ്രധാനമായ വിജയത്തിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം സെലിബ്രേഷൻ മൂഡിലാണെന്നാണ് പറയുന്നത്. ഈ സന്തോഷം നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുക. നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യണം. അപ്പോൾ വലിയ സന്തോഷങ്ങൾ വരുമ്പോൾ അതിലധികം സന്തോഷിക്കണം, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കുക. നമുക്ക് എത്ര വലിയ നേട്ടങ്ങൾ വന്നാലും ഇത് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടിൽ നമുക്ക് കിട്ടിയ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, നമ്മുടെ എഫേർട്ടിനൊപ്പം തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും കൂടി കൊണ്ടാണ് നമുക്കിങ്ങനൊരു സക്സസ് നമ്മുടെ ലൈഫിലേക്ക് വന്നതെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഫ്രണ്ട്സ്, ഫാമിലിയായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ ഒരു ശക്തമായ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അതുപോലെ പ്രൊഫഷണൽ കാര്യങ്ങളിലൊക്കെ നിങ്ങളാണ് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസവും കഴിവും മറ്റുള്ളവർക്ക് വളരെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ പുകഴ്ത്തുന്നുണ്ട്. നിങ്ങൾ പുതിയ പ്രോജക്റ്റുകൾക്ക് നേതൃത്വം വഹിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം വരുന്നുണ്ട്.
സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെയും കൂടി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്കത് വളരെയധികം ഇമ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റുള്ളവരെ അതിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു എനർജിയും കൂടി നിങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും അത് എന്ത് കാര്യം ഏറ്റെടുത്താലും അത് വിജയത്തിൽ എത്തിക്കാനും അതിൻ്റെ അങ്ങറ്റത്തെ ഒരു റിസൾട്ട് കൊടുക്കുവാനും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ത് വെല്ലുവിളികളുണ്ടായാലും നിങ്ങളതിനെ വളരെ ധൈര്യത്തോടെ നേരിട്ട് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ക്യൂൻ ഓഫ് വാൻസും കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ഇതും നേതാവിനെ സൂചിപ്പിക്കുന്നു, നേതൃത്വത്തെ സൂചിപ്പിക്കുന്നു. കഠിനാധ്വാനം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഏത് കാര്യത്തിനും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുപോലെ തന്ത്രങ്ങൾ മെനയുവാനായിട്ട് നിങ്ങളെ ഇന്നത്തെ ദിവസം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും വളരെ തന്ത്രപരമായ കാര്യങ്ങളിൽ നിങ്ങളും കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് സംഭവിക്കുന്നത്. നിങ്ങളുടെ ആന്തരിക ശക്തി വളരെ കൂടുതലായിരിക്കും. വളരെ പ്രൗഡായിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ശക്തി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. വളരെ സെൽഫ് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ ഇന്നത്തെ എന്ത് പ്രവൃത്തിയും നിങ്ങളുടെ എന്ത് മൂമെൻറ്റ്സും മറ്റുള്ളവർ വളരെയധികം അംഗീകരിക്കുകയും അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അംഗീകാരം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളൊരു രാജാവിനെ പോലെ തന്നെ ആയിരിക്കും. ആ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പ്രൊഫഷണൽ ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. നിങ്ങൾക്കിന്ന് വളരെ ശക്തമായ എനർജിയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഒരു പുനർജന്മമാണ് ഇന്നത്തെ ദിവസം കിട്ടുന്നത്. അതായത് ഇത്രയും നാളുകളിൽ നിങ്ങൾക്കുണ്ടായ സ്ട്രഗിളുകളിൽ നിന്നൊക്കെ മാറി വളരെ എനർജറ്റിക്കായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്നു. ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ കൊണ്ടുപോകാൻ പറ്റും. ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും. അതുപോലെ ധനപരമായ കാര്യങ്ങൾക്കും വളരെയധികം നല്ലൊരു എനർജിയാണ്. നല്ല സമയമാണ്. സ്നേഹബന്ധങ്ങളെല്ലാം ശക്തിപ്പെടുന്നു. നിങ്ങളുടെ റിലേഷൻസുകൾ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾക്കും വളരെ ശക്തി ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും നിങ്ങളിലേക്കൊരു സ്നേഹം ചൊരിയുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ചീറ്റിംഗ് എനർജി കണ്ടിരുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങളതിനെ ക്ഷമിച്ചു കൊടുത്ത് അതിനെ പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആരോടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റി വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ആശയപരമായി നല്ല സമയമാണ്. സാമ്പത്തികപരമായി നല്ല സമയമാണ്. പ്രൊഫഷണൽ വൈസ് നോക്കിയാലും വളരെ നല്ലൊരു സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. നിങ്ങളിന്ന് സ്റ്റാറായിരിക്കും, ഒരു കിങ് ആയിരിക്കും, ഒരു ക്യൂനായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വളരെ നല്ലൊരു എനർജിയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ എനർജിയിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഇതാണ് ഇന്നത്തെ റീഡിംഗ് വരുന്നത്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ടാൽ എനിക്ക് കുറച്ചും കൂടി നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എൻ്റെ റീഡിംഗ് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ഇട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസം. എല്ലാവർക്കും ഈ എനർജി
ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.